ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഘോഷം അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ആഘോഷമാക്കിയിട്ട് നമുക്ക് പിന്നീട് അതൊരു ആഘോഷമാക്കാം. ഇപ്പൊ പെട്ടെന്ന് പറയാനുള്ളത് 27-ാം തീയതി ഓഡിയോ ലോഞ്ചാണ് മലേഷ്യയിൽ വെച്ചിട്ട്, അതിന് പോകണം. മാത്രമേ ശരി. ഷാജി കൈലാസിന്റെ മോനാണ്. എന്തായാലും 3 സിനിമകളായിരുന്നു എനിക്ക് തോന്നുന്നു. 3 സിനിമകളായിരുന്നു. പക്ഷെ അച്ഛന്റെ പാതയിലൂടെ തന്നെ ഒരു സിനിമയിലേക്ക് വരണം അങ്ങനെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ പഠിച്ചിട്ടുമില്ല. അപ്പൊ ഇതില് പഠിച്ചോണ്ട് ഇതിലോട്ട് വന്ന നമ്മുടെ പടത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മുടെ പടത്തിൽ വന്നു. നമ്മുടെ പടം കഴിഞ്ഞിട്ട് നേരെ ഋഷി പോയത് വരവിന്റെ ലൊക്കേഷനിലേക്കാണ്. അതായത് ഷാജി കൈലാസ് ഡയറക്ട് ചെയ്യുന്ന ജോജു ജോർജ് അഭിനയിക്കുന്ന പടത്തില് ഷാജി സാറിന്റെ ഭൂമിച്ചിട്ടുണ്ട്. ഷാജി സാറിന്റെ അതായത് സ്വന്തം അച്ഛന്റെ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നതാണ് ഋഷി വന്നിരിക്കുന്നത്. അതായത് അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ അസോസിയേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വരുന്നുണ്ടാണ്. അങ്ങനെ ഒരു വേണ്ടായൊരു തീരുമാനമായിരുന്നു. എനിക്ക് നമ്മളായ സ്വന്തം തന്നെ കഴിവോടുകൂടി കയറാം, അങ്ങനെ ഒരു തീരുമാനങ്ങളാണ് സാധാരണ. ഞാൻ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ക്യാരക്ടർ തരുമോ? എന്താണ് പറയാ, ക്യാരക്ടർ ഇല്ല. നമുക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പിന്നീട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞല്ല കറക്റ്റ്. അച്ഛൻ പറഞ്ഞ കറക്റ്റ്. അത് തോന്നിയ ഇതിലെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാണ്. ഇത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ് വലിയ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് നമ്മൾ ഫുള്ളി വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഒരു ഷൂട്ടും കൂടെ ആയിരുന്നു. മൊത്തം ഒരു സെലിബ്രേഷൻ. ഇതില് ടാങ്കർ പോലെ തന്നെ മൊത്തം ഒരു സെലിബ്രേഷൻ ആയിരുന്നു പടം മൊത്തം. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത്രയും സ്റ്റാർ കാസ്റ്റും ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഇത്രയും ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ചില ആക്ടേഴ്സ് ഓൺ സെറ്റിൽ ഉണ്ടാക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് പെർഫോമൻസിനെ വല്ലാതെ എൻഹാൻസ് ചെയ്യിക്കും. ഇപ്പൊ ആഘോഷത്തിന് ഈ സെറ്റിലെ റീൽസും കാര്യങ്ങളൊക്കെ വളരെ രസമുള്ളതായിരുന്നു. ഇപ്പം ഈ എന്റെ ജോജു ചേട്ടനാണ് ആദ്യമായിട്ട് ഒരു പടം ഹിറ്റ് ആവുന്നതിന് മുമ്പേ ഒരു ആഫ്റ്റർ പാർട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർലിക്ക് വേണ്ടിയിട്ട്. റീൽസ് ഒക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ അറിയാം. ബേസിക്കലി ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളോട് തമാശ പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന ഒരു ലൈഫ് ലെസൺ ആണ്. അതായത് നമ്മുടെ ലൊക്കേഷനിൽ കുറച്ചുകൂടി ഈസിയായി ഫ്രീ ആയി ജോവിയലായ നല്ല പെർഫോമൻസസ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സൈക്കോളജിയിൽ നിന്ന് വരുന്നതാണ്. ഐ മീൻ ബീയിങ് ഹാപ്പി എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു പണിയാണ്. ഞാൻ മാക്സിമം എൻ്റെ ത്രൂ ഔട്ട് ലൈഫിലും അല്ലാതെ ജോയി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലാണെങ്കിലും മാക്സിമം ഫൺ അല്ലെങ്കിൽ കോമഡിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും. അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം എൻ്റെ കൂടെ പെർഫോം ചെയ്ത ഒരാള് ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള ഒരാളാണ് ഉറപ്പായിട്ടും എന്നെയും ബാധിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനും നരനും ജെയ്സും ചെയ്യുന്ന ഒരു സീനില് ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു, നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്നതൊക്കെ വരുമ്പോഴത്തേനും ആ സിനിമയ്ക്ക് അത് ഗുണം ചെയ്തത് നമുക്കും ഗുണം ചെയ്തത്. അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈബിലിരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി നെഗറ്റീവ് എനർജിയും വളരെ വിദ്വേഷവും വെറുപ്പും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടൊക്കെയാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമുക്ക് ചെയ്ത പേരും അല്ലെ നമ്മുടെ സന്തോഷം പോകുന്നല്ലാതെ ഒരു ഗുണമില്ല. അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ട് ജോയ് ആയിട്ടിരിക്കുക, പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ്. ഞാൻ പൊതുവെ ചിന്ന ചിയർഫുൾ ഒരാളാണ്, അതാണ് എനിക്ക് ഇഷ്ടം. ഹീറോയിനോടാണ് നോർമലി ഒരു കോളേജ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മലയാളികൾക്ക് ഒറ്റ മുഖം വരുന്നത് മാലർണിസം ഉള്ളതാണ്. ഇപ്പം ഇത് മാറും ഈ സിനിമയ്ക്ക് വരുമ്പോൾ. പ്രത്യേകിച്ച് നരേഞ്ചേട്ടൻ വരുമ്പോ ഒരു ഓഫീസിൽ നരേഞ്ചേട്ടൻ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോൾ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലാത്ത റൊമാൻസിലാണ്. അപ്പൊ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മാലർണിസായി മാറുമോ? മാലർണിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിന് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടില്ല, അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാതെ മേ ബി ഒരു കുട്ടി മലർമിസ് ആവാനുള്ള ചാൻസ് അവരായിട്ട് തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ഈ ട്രെയിലർ സോങ്സ് ഒക്കെ ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കുറെ പേര്. എനിക്ക് അറിയുന്നുണ്ട് ഹീറോയിൻ ആരാ ഹീറോയിനാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനുള്ള ഉത്തരം റോസ്മിൻ.
ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മിസ്സായനെ. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില് അത് പുള്ളി അധ്യാപകനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ആയിരിക്കും ചോദ്യം ചോദിച്ചു. ഈ ഗുരുജ ലാലേട്ടനുമായിട്ട് വലിയ കമ്പനിയാണ്, വലിയ അടുപ്പമാണ്. ഒരു സിനിമയിലേക്ക് വരും, ഒരു സിനിമ അഭിനയിക്കണമെന്നൊരു സ്വപ്നവും താങ്കൾക്ക് എല്ലാവരും കൃത്യമായിട്ട് നമുക്കറിയാം. അല്ലാതെ തന്നെ സിനിമയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. മണിയിലൂടെ സിനിമയിലേക്ക് വന്നിട്ട് ഈ അഭിനയം തുടങ്ങിയ ശേഷം ലാലേട്ടൻ സാധാരണ എന്താണ് താങ്കളോട് പറയാനുള്ളത്? ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിനോട്. എനിക്ക് ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഡ്രാമ എന്ന് പറഞ്ഞാൽ ഞാനവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബബ്ബായിൽ സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ ആഘോഷത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3 എനിക്ക് സാർ വിളിച്ചു വന്ന് ഞാൻ UK പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. ചോദ്യം അതല്ലേ, ചോദ്യം ചോദിച്ചത് ലാൽ സാർ എന്താണ് ഇപ്പം പറഞ്ഞത്. ഫുൾ സപ്പോർട്ടും. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിന്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ട് മണി എന്ന് പറഞ്ഞ വിളിച്ചിരുന്നു. അപ്പം ലാൽ സാർ ഞാൻ ഇതിനകത്തോട്ട് ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചെയ്യണോ ഇതുപോലെ ഇനി മുന്നോട്ട് അഭിനയിക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരാളാണ്. സോ ഹിസ് ബ്ലെസ്സിങ്സ്